നമസ്തേ. 8/4/2025 ചൊവ്വാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ നക്ഷത്രഫലം തുടർച്ചയായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇതിൽ എന്തെങ്കിലും സ്റ്റിക്കറാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ തയ്യാറാകണം. അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കാൻ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസ് ഉണ്ടായിരിക്കും. പലരും ഫീസ് എത്രയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് താല്പര്യമുള്ളവർ നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്തതിനനുസരിച്ച് ശേഷം അതിൽ വാട്സാപ്പിലേക്ക് ഞാൻ ഫീസൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യും. അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നോക്കുകയുള്ളൂ. ആദ്യം നോക്കിയതിന് ശേഷം എൻ്റെ ഫീസ് ഇത്രയെന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ ഫലങ്ങൾ നോക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഫീസ് നിങ്ങളോട് പറഞ്ഞിരിക്കും. അതിന് നിങ്ങൾ കൺഫേം ആണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ഫലങ്ങൾ നോക്കുകയുള്ളൂ. അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞിട്ട് എൻ്റെ ഫീസ് ഇത്രയെന്നല്ല ഞാൻ പറയുക. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക താല്പര്യമുള്ളവർക്ക്. പിന്നെ പലരും കമൻറ്റുകൾ എഴുതുന്നുണ്ട്. നല്ല കമൻറ്റുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. കർക്കിടകം രാശിക്കാർക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിരുന്നു. ശനിയുടെ മാറ്റമുണ്ടായി എന്നുള്ളത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു മേന്മയുണ്ടായില്ല എന്നാണ് അദ്ദേഹം എഴുതിയത്. ശനി 9-ലേക്കല്ലേ സഞ്ചരിക്കുക. ഭാഗ്യക്കുറവ് അനുഭവപ്പെടുന്ന കാലഘട്ടമായിരിക്കില്ലേ. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഇതിനകത്ത് പറയുന്നല്ല. ഇത് പൊതുവായ കമൻറ്റിന് ഒരു ചെറിയ അതുകൊണ്ടാണ് ചെറിയ അപകടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കാം. ഇതൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമുക്ക് ദുരിതങ്ങളെയും പ്രയാസങ്ങളെയും മാറ്റി വയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ധർമ്മം, ഈശ്വരധർമ്മം നിർവഹിച്ച് മുന്നോട്ട് പോവുക. ഈശ്വരനെ പ്രാർത്ഥിക്കുക. ഭഗവാനോട് ദോഷങ്ങളൊന്നും വരില്ലേ എന്ന് പ്രാർത്ഥിക്കുക. നന്നായി നാമം ജപിക്കുക. നമ്മുടെ കർമ്മങ്ങൾ സത്യസന്ധമായി ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കോളും. നമ്മൾ ഭഗവാന് വിരുദ്ധമായി പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാവുക. പിന്നെ പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ടാണ് നമ്മളുടെ കാര്യങ്ങളെല്ലാം വരിക എന്നുള്ളത് കൊണ്ട് അതും ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ ജന്മങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൻ്റെ ദുരിതങ്ങളാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുക? ഇനിയൊരു ജന്മം വരികയാണെങ്കിൽ തന്നെ അത് ദുരിതപൂർണ്ണമാവാതിരിക്കാൻ നമുക്ക് നല്ലത് ചെയ്യാനായിട്ട് നോക്കാം. കാരണം ഇനിയും നമുക്ക് ദുരിതങ്ങളുള്ളൊരു ജീവിതം ആവരുതല്ലോ. അതുകൊണ്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമൊക്കെ പരമാവധി നല്ലത് ചെയ്യുക. എപ്പോഴും എന്നല്ല, പരമാവധി നല്ലത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഫലത്തിലേക്ക് വരാം. 8/4/2025 ചൊവ്വാഴ്ച. ഇടവം തുലാം രാശിക്കാർക്ക് ശുഭവും, വൃശ്ചികം മകരം കുംഭം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും, മേടം കർക്കിടകം രാശിക്കാർക്ക് ദോഷവും, മിഥുനം ചിങ്ങം കന്നി ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവുമാണ്. അപ്പോൾ ഇനി നമുക്ക് വിശദമായിട്ട് ഓരോന്നും നോക്കാം. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറുകാർക്ക് ഇനി അനുകൂലമായ സമയമല്ല. കുറച്ച് നാളത്തേക്ക് ഈ ദിവസം ഒട്ടും അനുകൂലമല്ല. എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസക്കുറവും അതേപോലെ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയും ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. അതിൽ മനസ്സ് ഒട്ടും സുഖമായിരിക്കില്ല. വെറുതെ മനസ്സിങ്ങനെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കാതിരിക്കുക. മാതൃപിതൃ സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല എന്നറിഞ്ഞിട്ട് വേണം അവരോട് സമീപിക്കാൻ. കാരണം പ്രായമായവരൊക്കെ ആണെങ്കിൽ അവർക്ക് എടുത്തുചാട്ടോ ദേഷ്യമൊക്കെ സ്വാഭാവികമായും വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി മേടക്കൂറുകാർ മാതൃപിതൃ സ്ഥാനീയരോടൊക്കെ സമീപിക്കുക. ഈ ഫലത്തിൻ്റെ കാര്യം അതാണ്. ഇങ്ങനെ ദോഷമാണെന്ന് പറഞ്ഞാൽ ആ ദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമത്തിലൂടെ ആ ദിവസത്തെ സന്തോഷകരമാക്കുക എന്നുള്ളതാണ് ഈ ഫലം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ നക്ഷത്രഫലം തരുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ അത് പ്രായോഗികമാക്കാനും കൂടെ ശ്രമിക്കണം. എങ്കിലാണ് ഇതുകൊണ്ട് ഫലം ഉണ്ടാവുള്ളൂ. അപ്പോൾ മാതാപിതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ, മുതിർന്നവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു അല്പം സംയമനം പാലിക്കാനായിട്ട് മേടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിനെ ശാന്തമാക്കി
നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ആസ്തമ, മാനസിക അസ്വസ്ഥതകളൊക്കെ ഉള്ള ആളുകൾക്ക് അല്പം പ്രയാസം കൂടുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം മേടക്കൂറുകാർക്ക് ഉണ്ടാകുന്ന സമയമാണ്. അതേപോലെ തന്നെ കടബാധ്യത വരാനുള്ളൊരു സാധ്യത മേടക്കൂറുകാർക്കുണ്ട്. എടുത്തുചാട്ടം, മുൻകോപം പല പ്രശ്നങ്ങളും അവർക്ക് സൃഷ്ടിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അനുകൂലമല്ല. ധനപരമായ നേട്ടങ്ങളുണ്ടാവും. കുടുംബത്തിൻ്റെ പിൻബലമൊക്കെ പല കാര്യങ്ങളിലും ഉണ്ടാകും. ജീവിത പങ്കാളി, മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും തൊഴിൽ രംഗത്ത് ചില അസ്വസ്ഥതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നുമൊക്കെ അനുകൂലമല്ലാത്ത സ്ഥിതിയായിരിക്കും മേടക്കൂറുകാർക്ക് ഉണ്ടാകുക. അപ്പം അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇനി ഇടവം, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം. ഇടവക്കൂറുകാർക്ക് ശുഭകരമായ ഒരു ദിവസമായിരിക്കും. എങ്കിലും അവർക്ക് ദൈവാധീനക്കുറവുണ്ടാകുന്ന ഒരു ദിവസം ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും. എങ്കിലും പൊതുവെ അനുകൂലമായിരിക്കും. ആരോഗ്യമൊക്കെ മേന്മയുള്ളതായിരിക്കും. എല്ലാ കാര്യവും ആത്മവിശ്വാസത്തോട് ചെയ്തു തീർക്കാനായിട്ട് കഴിയും. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മനസ്സിന് പൊതുവെ ഒരു ശാന്തതയൊക്കെ അനുഭവപ്പെടും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട് കഴിയും. മനസ്സും ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ നൽകുന്നത് കൊണ്ട് പല കാര്യങ്ങളും അനുകൂലമാക്കി എടുക്കാനായിട്ട് ഇടവം രാശിക്കാർക്ക് കഴിയും. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊന്നും കാര്യമായി ഇടവം രാശിക്കാരെ ബാധിക്കുന്ന ഒരു സമയമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതൊന്നും കാര്യമായി ഇടവം രാശിക്കാരെ ബാധിക്കുന്ന സമയമായിരിക്കില്ല എന്നാണ്. നമ്മുടെ സമയം അനുകൂലമാണെങ്കിൽ പല ദോഷങ്ങളും ഉണ്ടാകും. ഉണ്ടായാലും അതങ്ങനെ ആ വഴിക്കാണ് പോവുള്ളൂ, നമ്മളെ ബാധിക്കില്ല. അതാണ് സമയാനുകൂലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ ബാധിക്കാതിരിക്കും. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് പല കാര്യങ്ങളിലും നേട്ടമുണ്ടാക്കാനായിട്ട് ഇടവം രാശിക്കാർക്ക് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ധനപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയും കരുതലും വേണം. ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇനി കരാറുകൾ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യും, മറ്റുള്ളവരൊക്കെ ആലോചിച്ചിട്ട് ചെയ്യണം. അതല്ലെങ്കിൽ നഷ്ടം വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല. ബാക്കി കാര്യങ്ങളൊക്കെ പൊതുവെ വലിയ ദോഷമില്ലാതെ ഇടവം രാശിക്കാർക്ക് നടക്കും. ജീവിത പങ്കാളിയൊക്കെ അനുകൂലമായിരിക്കും. മക്കൾ അത്ര അനുകൂലമൊന്നായിരിക്കില്ല. അതേപോലെ തൊഴിൽ മേഖല പൊതുവേ മേന്മയുള്ളതായിരിക്കും. മനസ്സൊക്കെ ഒരു ശാന്തമാക്കി നിർത്തിയാൽ തൊഴിൽ മേഖലയിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇടവം രാശിക്കാർക്ക് കഴിയും. തൊഴിലാളികൾ അനുകൂലമായിരിക്കും. ജാതകം കൂടെ ഇതിനകത്ത് ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. എങ്കിലും പൊതുവെ ജാതകം ദോഷകരമാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായൊരവസ്ഥയായിരിക്കും. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ ഇടവം രാശിക്കാർക്ക് പൊതുവെ സാമ്പത്തിക കാര്യത്തിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. ഇത് വന്ന് കയ്യിലേക്ക് കിട്ടാൻ ഒരു ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന വഴി ബാക്കി കാര്യങ്ങളൊക്കെ പൊതുവെ ശുഭകരം ആയിരിക്കും. മിഥുനം രാശി, മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാർക്ക് കഠിനമായ ദോഷമുള്ള ദിവസമാണ്. എങ്കിലും അവരുടെ ശരീരമൊക്കെ അനുകൂലമായിരിക്കും. ആരോഗ്യപരമായ നേട്ടങ്ങളുണ്ടാവും. മനസ്സ് ശാന്തമായിരിക്കും. സംശയമൊന്നും കൂടാതെ തന്നെ എന്ത് കാര്യങ്ങളും ചെയ്ത് തീർക്കാനായിട്ട് മിഥുനം രാശിക്കാർക്ക് കഴിയും. അതേപോലെ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. പക്ഷെ അമിതമായ ആത്മവിശ്വാസം അപകടത്തിലെത്താതിരിക്കാൻ മിഥുനം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സ് അനുകൂലമായിരിക്കും. ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ അനുകൂലമായിരിക്കും. മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. എങ്കിലും ഈ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി കാര്യങ്ങളൊന്നും അത്ര മേന്മയുള്ളതല്ല മിഥുനക്കൂറുകാർക്ക്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം നന്നായി ബാധിക്കുന്ന ഒരു ദിവസമാണ് മിഥുനക്കൂറുകാരെ. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധയോടുകൂടി കരുതണം.
കാര്യം സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പൊതുവെ അനുകൂലമായിരിക്കും. പക്ഷേ ശത്രുബാധാ ദോഷം സുഹൃത്തുക്കളും ബന്ധുക്കളും ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ സ്നേഹിക്കേണ്ട എന്നല്ല, നമ്മളുടെ ധർമ്മം നമുക്ക് നിർവഹിക്കാം. പക്ഷേ അവരോട് കൂടുതൽ വരുമ്പോൾ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ വിഴുങ്ങാതെ വളരെ വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം, പറയുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് സ്വയംബോധത്തോടെ മനസ്സിലാക്കി അതനുസരിച്ച് വേണം പെരുമാറാൻ. അല്ലെങ്കിൽ ശത്രുദോഷമുള്ളതായതുകൊണ്ട് അതെങ്ങനെ വരുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ചിലപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ പറയുന്നത് അവർ തന്നെ ശത്രുതയൊക്കെ ഉള്ളവരാരെങ്കിലും ആണെങ്കിൽ അത് കേട്ട് എന്തെങ്കിലും ചെന്ന് ചാടിയാൽ പ്രശ്നമാവും. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും തീരുമാനമെടുക്കുന്നത് അവർ സ്വമേധയായിരിക്കണം. തീരുമാനമെടുത്ത് മറ്റുള്ളവരിലേക്ക് പഴിചാരുന്ന അവസ്ഥ ഉണ്ടാവരുത്. വളരെ ശ്രദ്ധയോടുകൂടി മിഥുന രാശിക്കാർ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ശത്രുദോഷം ഉണ്ടാകാതെ എടുത്തുചാട്ടമൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഈ അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ധനപരമായ നഷ്ടങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. കിട്ടേണ്ടതായ പല അംഗീകാരങ്ങളും നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യത കുറവാണ്. കേസൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം മേന്മയായിരിക്കില്ല ഈ ദിവസം. ജീവിത പങ്കാളി അനുകൂലമല്ല. തൊഴിൽ രംഗത്തും അത്ര അനുകൂലമല്ല. എല്ലാവരുടെയും ഒരു അനുകൂലമല്ലാത്ത സ്ഥിതി തൊഴിൽ മേഖലയിൽ ഉണ്ടാവും. എങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചെറിയ അനുഭാവപൂർണമായ സമീപനങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും തൊഴിലാളികളൊന്നും അനുകൂലമായിരിക്കില്ല. പൊതുവെ തൊഴിൽ മേഖല അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് മിഥുനം രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ. കർക്കിടകം രാശിക്ക് ദോഷകരമായ ദിവസമാണ്. പൊതുവെ അവർക്ക് ദോഷകരമാണെങ്കിലും ദൈവാധീനം കുറച്ചുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ആ ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ ശ്രദ്ധിച്ചാൽ മാറ്റിയെടുക്കാൻ കഴിയും. നന്നായിട്ട് നാമം ജപിക്കുക, ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരവരുടെ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോയി ദോഷമാണെങ്കിൽ പോലും അതൊരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് കഴിയും. ആത്മവിശ്വാസക്കുറവ് പൊതുവേ കർക്കിടക രാശിക്കാർക്ക് ഉണ്ടാവും. അലസത ഉണ്ടാവും. എല്ലാ കാര്യങ്ങളെയും ദൃഷ്ടിയോടുകൂടി മാത്രമേ കർക്കിടക രാശിക്കാർക്ക് കാണാനായിട്ട് കഴിയൂ. മനസ്സ് അനാവശ്യ കാര്യങ്ങളാൽ ചിന്തിച്ച് പ്രയാസപ്പെടുന്നൊരവസ്ഥ ഇന്നുണ്ടാവും, ഈ ദിവസം ഉണ്ടാവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. മനസ്സിനെ അസ്വസ്ഥമാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യമില്ലാതെ മനസ്സ് അസ്വസ്ഥമാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഇത് കേൾക്കുക എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് കേൾക്കുക. നിങ്ങളുടെ മനസ്സിന് കുറച്ച് ശാന്തി സമാധാനം കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് കേട്ടിട്ട് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലെന്തെങ്കിലും ഒരു കമൻറ്റും കൂടെ നിങ്ങൾക്ക് എന്താണോ അനുഭവം ഉണ്ടായ ആ അനുഭവം കൂടെ അതിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ആസ്തമ പോലെ അസുഖമുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. മാനസിക അസ്വസ്ഥതയുള്ളവർ ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായ അസുഖമുള്ളവർ ശ്രദ്ധിക്കുക. അതല്ല, ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവെ അനുഭവപ്പെടുന്നൊരു ദിവസമായിരിക്കും കർക്കിടകക്കാരെ സംബന്ധിച്ചിടത്തോളം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും. കടബാധ്യത വരാനുള്ള ഒരു സാധ്യത ചെറുതായിട്ടുണ്ട്. എങ്കിലും അവർക്ക് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും കൂടെ കഴിയുന്ന ദിവസമാണ്. അപ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരാതെയും കടത്തിലേക്ക് എത്തിച്ചേരാതെയും ഒക്കെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് വേണ്ടി വായ്പ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതും കടബാധ്യത തന്നെയാണെന്ന് മനസ്സിലാക്കുക. വളരെ ശ്രദ്ധയോടുകൂടി കടബാധ്യതയിലേക്ക് ചെല്ലാനായിട്ട് ശ്രദ്ധിക്കണം. മുൻകോപം ഒന്ന് കുറയ്ക്കണം. ആവശ്യമില്ലാതെ ആരോടും കൂടുതൽ സംസാരിക്കാൻ പോകാതിരിക്കാനായിട്ട് കർക്കിടകക്കാർ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്കുകൾ അവർക്ക് അത്ര അനുകൂലമായിരിക്കില്ല. ധനപരമായ നേട്ടങ്ങളൊക്കെ ഒരു പരിധിവരെ ഉണ്ടാവും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും, മക്കൾ അനുകൂലമായിരിക്കും, കുടുംബത്തിൻ്റെ നേട്ടങ്ങൾ പൊതുവെ ഉണ്ടാവും. എന്നാൽ അവർക്ക് മാതൃപിതൃ സ്ഥാനീയർ അത്ര മേന്മയുള്ളവരായിരിക്കില്ല. അവരോട് ഇടപഴകുമ്പോൾ കുറച്ച് മിതത്വം വാക്കുകളിലൊക്കെ പാലിക്കാനും മുഖത്ത് ഒരു സന്തോഷാവസ്ഥ ഉണ്ടാക്കിയെടുക്കാനും കർക്കിടകക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഈ മാതൃപിതൃ സ്ഥാനീയരുടെ ശാപദുരിതങ്ങൾ ആരിൽ നിന്ന് ഏറ്റാലും പ്രത്യേകിച്ച് പരിഹാരമൊന്നുമില്ല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ സന്തോഷപ്പെടുത്തിയാൽ അതിനൊരു പരിഹാരമുണ്ട്.
അവർ ജീവിച്ചിരിക്കാത്തവരുടെ ശാപദുരിതങ്ങൾക്കൊന്നും വലിയ പരിഹാരമില്ല, അനുഭവിച്ചു തന്നെ തീരണം. അപ്പോൾ ശാപദുരിതങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ജാതകത്തിലൊക്കെ അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടാവും, എങ്കിലും അതിൻ്റെ അളവിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. ആ ശാപദുരിതങ്ങളൊക്കെ ഒരു ശാന്തിയുള്ളതൊക്കെ ആയിട്ട് വരുത്താനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ട് ശാപദുരിതങ്ങൾക്കൊക്കെ വളരെ ശ്രദ്ധയോടെ അതൊന്നും വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പ്രവർത്തികൾ അനുകൂലമല്ലാതെ വരുമ്പോഴാണ് ശാപദുരിതങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷെ ചിലപ്പോൾ പ്രവർത്തികൾ അനുകൂലമായാലും പൂർവാർജിത കർമ്മഫലങ്ങൾ അനുസരിച്ച് അതുണ്ടാകാം, എങ്കിലും അത് നിയന്ത്രണ വിധേയമാകും. എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയില്ലാതെ ആവാനൊക്കെ കഴിയും. അപ്പോൾ മാതൃപ്രതിസ്ഥാനീയനോടൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. തൊഴിൽ മേഖല അനുകൂലമല്ല. മറ്റുള്ളവരുടെ നിസ്സഹകരണം തൊഴിൽ മേഖലയിൽ പ്രയാസം ഉണ്ടാക്കും. തൊഴിലാളികളും ഒട്ടും തന്നെ അനുകൂലമല്ല. തൊഴിൽ സ്ഥാപനത്തിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം. ചിങ്ങം രാശിയെ സംബന്ധിച്ചിടത്തോളം കഠിനമായ ദോഷമാണ്. ദൈവാധീനം വളരെ കുറവുള്ളൊരു ദിവസമാണ്. ദൈവാധീനം കുറയുന്ന ദിവസം അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. ശരീരത്തിനും മനസ്സിനും ഒന്നും ഒരു സുഖമുള്ള ദിവസമായിരിക്കില്ല. ചിങ്ങക്കുറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, അനാവശ്യമായ ചിന്തകൾ മൂലം ദേഷ്യം പൊട്ടിപ്പുറപ്പെട്ടിട്ട് കലഹസാധ്യത ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. അത് കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലും. നമ്മളോട് ചെറിയൊരു മനോവിഷമം തോന്നുന്ന ഒരാളെ കണ്ടാൽ ഉടൻ മനസ്സ് അസ്വസ്ഥമാകുകയും അങ്ങേരുമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ കുടുംബത്തിൽ കലഹം അല്ലെങ്കിൽ ആ വ്യക്തിയുമായി കലഹം ഉണ്ടാക്കി അന്നത്തെ ദിവസം ഒരു അനുകൂലമല്ലാത്ത അവസ്ഥയായി തീരും ചിങ്ങൻ രാശിക്കാരെ. അതുകൊണ്ട് പരമാവധി അങ്ങനെയൊക്കെ ആളുകളെ കാണുമ്പോൾ ഒന്നുകിൽ മാറിപ്പോവുക, അവരോട് കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ചിങ്ങക്കുറുകാർ ശ്രദ്ധിക്കണം. ഞാനിങ്ങനെ എടുത്തു പറയുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി സംഭവിക്കാൻ ഈ ദിവസം സാധ്യത ഉള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പെരുമാറിയാൽ അതിൻ്റെ ഗുണമുണ്ടാവും. ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. എല്ലാം സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യവും ഒക്കെ ഒന്ന് ക്ഷയിക്കുന്ന ദിവസമാണ്. എന്ന് പറഞ്ഞൊരു പ്രതിരോധ ശക്തി കുറയുന്ന ദിവസമാണ്. അഭിപ്രായ സ്ഥിരത, ഒരു കാര്യത്തിലും അഭിപ്രായ സ്ഥിരതയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയില്ല. ആസ്തമ, മാനസിക അസ്വസ്ഥത ഒക്കെ ഉള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു ദിവസമാണ്. എന്നാൽ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷവും ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ദിവസമാണ്. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി കലഹം ഞാൻ ആദ്യം പറഞ്ഞു, അതുണ്ടാകാം. ധനപരമായ നഷ്ടങ്ങളുണ്ടാകും. മക്കളത്ര മേന്മയുള്ളതായിരിക്കില്ല. കിട്ടേണ്ട അംഗീകാരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് പല കലഹസ്ഥലത്തും ഒന്ന് ശ്രദ്ധിച്ച ചിങ്ങൻ രാശിക്കാർക്ക് അത് ഒഴിവാക്കി കൊണ്ടുവരാനായിട്ട് കഴിയും. അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലം ആയിരിക്കും. തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല. അല്ലെങ്കിൽ തൊഴിൽ മേഖല പൊതുവെ ഒട്ടും അനുകൂലമല്ല. നമ്മുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ സമീപനങ്ങളുണ്ടാവും, വാക്കുകളുണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കുക. കന്നി രാശി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നി രാശിക്ക് കഠിന ദോഷമുള്ള സമയമാണ്. കൂടുതൽ ഗ്രഹങ്ങളും അനുകൂലമല്ലാത്തപ്പോഴാണ് ഈ കഠിന ദോഷം എന്ന് പറയാം. എങ്കിലും ചെറിയ ദൈവാധീനം ഉള്ളതുകൊണ്ട് ഈ ദോഷങ്ങളിലൊക്കെ പിന്നത്തേക്ക് കൊടുക്കാവാതിരിക്കാനായിട്ട് സഹായിക്കും. ആ ദിവസം ഉണ്ടായി അതങ്ങനെ ആ ദിവസം തന്നെ തീരും. ആ സമയത്ത് ദൈവാധീനം ഇല്ലാത്ത ഒരു ആളാണെങ്കിൽ അത് വീണ്ടും പിറ്റേ ദിവസത്തേക്ക് കേട്ട പ്രശ്നങ്ങളിങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. അത് ഒരു പരിധി വരെ കന്യരാശിക്കാർക്ക് ഒഴിവായി കിട്ടും. എങ്കിലും ഒരു വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങൾ ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. പിത്ത സംബന്ധമായ അസുഖമുള്ളവർ ശ്രദ്ധിക്കണം. അതേപോലെ വളരെയധികം ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് അസ്വസ്ഥമാക്കാതിരിക്കാനും കന്യക്കൂറുകാർ ശ്രദ്ധിക്കണം. ജലദോഷം, ആസ്തമ പോലുള്ള അസുഖമുള്ളവർക്ക് കന്യക്കൂറുകാർക്ക് വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നൊരു ദിവസമാണ്. ജലം ധാരാളം കുടിക്കാനായിട്ട് ഈ കന്യക്കൂറുകാർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.
സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഒരു പരിധി വരെ കന്നിക്കൂറുകാർക്ക് കുറഞ്ഞിരിക്കും. കടബാധ്യതയൊക്കെ ഒന്ന് മാറ്റാനും കുറച്ച് കൊണ്ടുവരാനും കഴിയും. സാമ്പത്തികമായ ചില നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും കന്നിരാശിക്കാർക്ക് അത്ര അനുകൂലമായിരിക്കില്ല. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സമീപനം ഉണ്ടാവും. എന്നാൽ ജീവിത പങ്കാളി അല്പം മനസ്സിന് പ്രയാസമുണ്ടാകുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ചെന്ന് വരും. തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല. തൊഴിൽ മേഖലയിലെ ശത്രുക്കൾ ദോഷം മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും. ഈ തുലാം രാശി. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാർക്ക് പൊതുവെ ഗുണകരമായ ഒരു ദിവസമായിരിക്കും. ആരോഗ്യം അനുകൂലമായിരിക്കും. മനസ്സ് അനുകൂലമായിരിക്കും. എന്ത് കാര്യവും ആത്മവിശ്വാസത്തോടെ ചെയ്യുവാനും അതൊക്കെ പൂർത്തീകരിക്കുവാനും കഴിയും. അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. ബുദ്ധി അനുകൂലമായിരിക്കും. മാതൃപിതൃസ്ഥാനീയരൊക്കെ പൊതുവെ തുലാം രാശിക്കാർക്ക് അനുകൂലമാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നും തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായ ചില സമീപനങ്ങളൊക്കെ ഉണ്ടാവും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാവും. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. സാമ്പത്തികമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെ ചെയ്യുന്ന തുലാം രാശിക്കാർ അത് വേണ്ടപ്പെട്ടവരൊക്കെ ആയിട്ട് ആലോചിച്ചിട്ടാണ് ചെയ്യാവൂ എന്ന് മനസ്സിലാക്കുക. ഒറ്റയാടി സാമ്പത്തിക ഇടപാടിൽപ്പെട്ടാൽ ചിലപ്പോൾ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. വാക്കുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് പല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ മുൻകോപത്തെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായി ചില നഷ്ടങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി അനുകൂലമല്ല. കുടുംബത്തിൽ നിന്ന് പലപ്പോഴും മനസ്സിന് വിഷമകരമായ അവസ്ഥകളൊക്കെ ഉണ്ടാവും. അത് വളരെ ശ്രദ്ധിക്കണം. തൊഴിൽ മേഖല ചെറിയ മേന്മയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വലിയ മേന്മകളല്ല, എന്നാലും തൊഴിൽ മേഖല പൊതുവെ അനുകൂലമായിരിക്കും. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ തൊഴിൽ മേഖല അനുകൂലമായിരിക്കും. തൊഴിലാളികൾ അനുകൂലമായിരിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്നും ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ഇനി വൃശ്ചികം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ശരീരം അത്ര അനുകൂലമായിരിക്കില്ല. ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടും. ഈ വിളർച്ചയൊക്കെ ഉണ്ടാവും. പൊള്ളലൊക്കെ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുക്കളയിലൊക്കെ പണിയുന്നവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നർത്ഥം. അതിലൊരു പ്രതിരോധ ശക്തിയൊക്കെ കുറവായിരിക്കും. എങ്കിലും മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും. അതുകൊണ്ട് ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രയോഗിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എന്നാൽ പിതൃസ്ഥാനീയിൽ നിന്ന് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഒരു ഉറച്ച തീരുമാനത്തോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം വൃശ്ചികക്കൂറുകാർക്ക് ഉണ്ടാകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. കടബാധ്യത വരാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുമുണ്ട്. മുൻകോപം വളരെയധികം ശ്രദ്ധിക്കണം. എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്കുകൾ വളരെ കൃത്യമായി ഉപയോഗിക്കുക. കാരണം വാക്കുകളൊക്കെ അനാവശ്യമായി പുറത്തു വരുന്ന ഒരു ദിവസമായിരിക്കും അത്. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പ്രയാസങ്ങളുണ്ടാക്കും. മുൻകോപം പ്രയാസങ്ങളുണ്ടാക്കും. അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് നഷ്ടങ്ങളുണ്ടാക്കും. ധനപരമായി ചെറിയ ലാഭമൊക്കെ കിട്ടാനുള്ള യോഗമേ ഉള്ളൂ. അത് പ്രയോജനപ്രദമായ രീതിയിൽ വരാതിരിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതുകൂടെ ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. വീട്ടിൽ നിന്നുള്ള പിൻബലം പല കാര്യങ്ങളിലും വൃശ്ചികക്കൂറുകാർ കിട്ടും. തൊഴിൽ മേഖല അത്ര അനുകൂലമായിരിക്കില്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും വൃശ്ചികക്കൂറുകാർ വീട്ടിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ഈ ദിവസം ശ്രദ്ധിക്കുക. ധനുരാശിക്ക് കഠിന ദോഷമാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം. ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുകൂലമല്ല.
കഠിന ദോഷമുള്ള സമയമാണ്. അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണ്. വളരെയധികം ശ്രദ്ധിക്കണം. ശനിയൊക്കെ അനുകൂലമല്ലാത്ത സ്ഥലത്ത് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കുക. ആരോഗ്യം അനുകൂലമായിരിക്കില്ല. ശരീരത്തിന് പലവിധ അസ്വസ്ഥതകൾ അനുഭവപ്പെടും. പിത്തം, വിളർച്ച മുതലായവരുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങൾ ഉള്ളവരും ശ്രദ്ധിക്കണം. ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. ആസ്മ പോലുള്ള അസുഖങ്ങൾ, മാനസിക അസ്വസ്ഥതയുള്ളവർക്കൊക്കെ പ്രയാസമുള്ള ഒരു ദിവസമായിരിക്കും ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷവും മൂലം രാശിക്കാർ ഈ ധനുരാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ്. ഈ ധനുരാശിയിൽ തന്നെ മൂലം രാശിക്കാർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടെ ചെയ്യണം കേട്ടോ. കാരണം അവർക്ക് ആരോഗ്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മുൻകോപം ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുള്ളതുകൊണ്ട് തന്നെ പലയിടത്തും ആ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കാനായിട്ട് കഴിയും. കരൾ രോഗമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പൊതുവെ അനുകൂലമായിരിക്കും. ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമല്ല. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും തൊഴിലാളികളുമൊക്കെ അനുകൂലമായിരിക്കില്ല. പൊതുവെ തൊഴിൽ മേഖല ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുകൂലമല്ല. ഒരു കാരണവശാലും ധനുരാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഈ ദിവസം പ്രത്യേകിച്ച്. മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ശരീരത്തിന് പൊതുവെ മേന്മയുണ്ടെങ്കിലും ആരോഗ്യമൊക്കെ മേന്മകൂടമാണെങ്കിലും മനസ്സ് അത്ര അനുകൂലമല്ല. അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുകയും അതുമൂലം ശരീരത്തിനും അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എന്നാൽ പിതൃസ്ഥാനീയരിൽ നിന്ന് ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മാതൃപിതൃസ്ഥാനീയരോട് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അവരോട് ദോഷകരമായി ഒന്നും സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വരേണ്ടി വന്നാൽ അവിടുന്ന് മാറിപ്പോകാനായിട്ട് ശ്രമിക്കുക. മാതാപിതാക്കളെ പഠിപ്പിച്ചു കളയാം എന്നൊന്നും തീരുമാനിക്കേണ്ട. അവർ മകരക്കൂറുകാർക്ക് ഈ ദിവസം പഠിക്കുന്നതല്ല അവർ. അതുകൊണ്ട് അവർ ഒന്ന് കൂടുതൽ എന്തെങ്കിലും അസ്വസ്ഥമായ സംസാരമാണെന്ന് വരുന്നെന്ന് തോന്നിയാൽ അവിടുന്ന് മാറിപ്പോകാനായിട്ട് മകരക്കൂറുകാർ ശ്രദ്ധിക്കുക. ശത്രുദോഷമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാം. ശ്രദ്ധയോടെ വേണം ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമായിരിക്കില്ല. എടുത്തുചാട്ടം കുറയ്ക്കണം. വാക്കുകൾ അനുകൂലമല്ലാതിരിക്കുന്നത് കൊണ്ട് ആവശ്യമില്ലാതെ ശത്രുക്കളെ ഉണ്ടാക്കുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും മകരക്കൂറുകാർക്ക്. ധനപരമായ നേട്ടങ്ങളുണ്ടാവും. കുടുംബത്തിൻ്റെ പിൻബലം എല്ലാ കാര്യങ്ങളിലും ഒരു പരിധി വരെ കിട്ടും. തൊഴിലംഗം അനുകൂലമായിരിക്കും. ഒരു ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയായിരിക്കും പൊതുവെ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. കുംഭം, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ ശരീരത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും. മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചാൽ നടക്കും. അതുകൊണ്ട് തന്നെ പല നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ കുംഭക്കൂറുകാർക്ക് കഴിയും. ഈ ദഹനക്കുറവ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുള്ളത് ശ്രദ്ധിക്കുക. ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഒരു പരിധി വരെ കുറച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നടക്കുന്ന ദിവസമായിരിക്കും ഇത്. കടബാധ്യത ഒന്നും അങ്ങനെ കാര്യമായി വരില്ല. അതൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ടൊക്കെ ശ്രദ്ധിച്ചാൽ നടക്കും. വാക്കുകൾ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ്. ധനപരമായ ചില നഷ്ടങ്ങൾ കുംഭൻ രാശിക്കാർക്ക് ഉണ്ടാവും.
അതുകൊണ്ട് ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ഒരു സഹായം കൂടെ സ്വീകരിക്കുന്നത് വളരെ നന്നായിരിക്കും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ ദിവസം വീട്ടിലേക്കോ തൊഴിലിടങ്ങളിലേക്കോ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മീനം രാശിക്ക് ഒട്ടും അനുകൂലമല്ല. എന്നാൽ ഒന്ന് ശ്രമിച്ചാൽ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്ന ദിവസമായിരിക്കും. മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ കഴിയുമെങ്കിൽ മറ്റു പല കാര്യങ്ങളും നേടാൻ കഴിയും. പക്ഷേ പൊതുവെ ആരോഗ്യ അനുകൂലമല്ല. പല വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടാവും. കടബാധ്യത ഉണ്ടാവും. മറ്റുള്ളവരുമായി കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. എടുത്തുകാട്ടം കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കൾ അനുകൂലമായിരിക്കില്ല. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല. അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ധനനഷ്ടത്തെ ഉണ്ടാക്കും. അല്ലെങ്കിൽ ധനനഷ്ടം സ്വാഭാവികമായിട്ടുണ്ടാകും. കഫരോഗങ്ങൾ, വാതരോഗങ്ങൾ മുതലായുള്ളവയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവേ ഉണ്ടാകും. ഉദരസംബന്ധമായ അസുഖങ്ങളുണ്ടാവും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. കാലിനൊക്കെ അസുഖമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും മീനൻ രാശിക്കാർ ഉപയോഗിക്കരുത്. ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇത് ചന്ദ്രാധിഷ്ഠിതമായ രാശിഫലമാണ്. ഇത് പരിഹാരങ്ങൾ, നാമജപം, ഈശ്വരാരാധന മുതലായ പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ കുറയ്ക്കാൻ കഴിയും. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും എല്ലാ കാര്യങ്ങൾ നടക്കുന്നതെന്നും ഈ പ്രപഞ്ചത്തിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മറ്റാരോ ആണെന്നും നമ്മൾ അതിൻ്റെ ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്നവർ മാത്രമാണെന്നും ഒന്ന് മനസ്സിലാക്കുക. ആ മറ്റാരോ എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈശ്വരനാണ്. ആ ഈശ്വരന് മുന്നിൽ സറണ്ടർ ആവുക എന്നല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ഒന്ന് ശാന്തമാക്കാനായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി ബോധപൂർവം ശ്രമിച്ച് മുന്നോട്ട് പോയാൽ ഈ ദിവസത്തെ ഒരു പരിധിവരെ എല്ലാവർക്കും അനുകൂലമാക്കാൻ കഴിയും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.